ഹാർട്ടിന് പമ്പിങ്ങിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. മാർഗ മുഴ, ഗർഭാശയത്തിൽ മുഴ, പിന്നെ വെരിക്കോസ് വെയിന്, തലവേദന എന്ന് പറഞ്ഞാൽ ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു. കാൽമുട്ട് വേദനയും നടുവേദനയും ഷോൾഡർ പെയിനും ഒക്കെ ആയിട്ടാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വളരെ വിഷമിച്ചു. ഇപ്പോൾ 2 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെനിക്ക് വലിയ ഒരു സമാധാനമാണ്. ഞാനിവിടെ വരുന്നത് കാൽമുട്ട് വേദനയും നടുവേദനയും ഷോൾഡർ പെയിനും ഒക്കെ ആയിട്ടാണ്. മുട്ട് മടങ്ങിയിരുന്ന് ഞാൻ യോഗ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഒന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മടക്കി വെക്കാൻ പറ്റാതെ ആയിരുന്നു. ഫസ്റ്റ് ഹീലിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിലൊക്കെ നല്ല മാറ്റം വന്നു. പിന്നെ എനിക്ക് ഈ സൈഡിലായിട്ടൊരു ചെറിയ മുഴ പോലെ ഉണ്ടായിരുന്നു. അതിനൊരു ലൂസായിട്ടുണ്ട്. സ്റ്റിഫ്നെസ് കുറഞ്ഞു. അങ്ങനെ പല മാറ്റങ്ങളും എന്നിലുണ്ട്. ഞാൻ കൊളസ്ട്രോളിന് മാത്രം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ മറപ്പിച്ചതായിരിക്കും ആ മരുന്ന് എടുക്കാൻ ഞാൻ മറന്നുപോയി. സാധാരണ ഞാൻ അങ്ങനെ മറക്കാറേ ഇല്ല. എവിടെ പോയാലും അത് മുമ്പേ എടുത്ത് ബാഗിൽ ഇടുന്നതാണ്. ഞാൻ അത് മറന്നുപോയി എടുക്കാൻ. അതുകൊണ്ട് ഇത്രയും ദിവസം ഞാൻ കഴിച്ചതുമില്ല. അങ്ങനെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. എനിക്കിതിൽ വിശ്വാസം വന്നു നന്നായിട്ട്. ഞാൻ തുടരും എന്നുള്ളത് ഉറപ്പാണ്. താങ്ക് യു നിസാർ സാർ. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് അനിത. ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് വരുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. അസ്വസ്ഥത എന്ന് പറയാൻ മാർഗമല്ലാത്ത വേദന, മാർഗ മുഴ, ഗർഭാശയത്തിൽ മുഴ, പിന്നെ വെരിക്കോസ് വെയിന്, തലവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് നിവർന്ന് കുറേ നേരം കിടക്കാൻ പറ്റത്തില്ല. കിടക്കുമ്പോൾ തലയ്ക്കകത്തുനിന്ന് എന്തോ മൂക്കിലോട്ട് വരുന്നത് പോലെയുള്ള അവസ്ഥയായിരുന്നു. അത് മഞ്ഞ കളറായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് വെരിക്കോസ് വെയിന് മാറ്റമുണ്ട്, തലവേദനയ്ക്ക് മാറ്റമുണ്ട്, മാർഗവേദനയാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും മാറി നല്ല ആശ്വാസമുണ്ട് എനിക്ക്. വയറിന് വേദനയും മാറ്റമുണ്ട്, മാറിന് വേദനയും മാറ്റമുണ്ട്. ഇനിയും ഈ ചികിത്സ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. സാറിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇവിടെ വരുന്നവർക്കും പൂർണ്ണമായ ആശ്വാസം കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണിക്കണ്ട. എൻ്റെ പേര് ജന്നത്ത്, പാലക്കാട് നിന്നാണ് വരുന്നത്. എനിക്ക് അസുഖങ്ങളൊക്കെ കുറേ ഉണ്ടെങ്കിലും ഞാൻ പറയാത്ത അസുഖങ്ങൾ എനിക്ക് ഇവിടുന്ന് 3 അസുഖം എനിക്ക് സമാധാനം കിട്ടി. ഒന്ന്, ഞാൻ വർഷങ്ങളായി, എൻ്റെ ഓർമ്മയിൽ ഒരു 5-6 വർഷമാവും, പച്ചവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു നോക്കും. പക്ഷെ തൊണ്ടവേദന അപ്പം തന്നെ വരും. പിന്നെ അത് മാറാൻ വേറെ ചികിത്സ ചെയ്തിട്ട് വേണം ചൂടുവെള്ളം തന്നെ കുടിച്ചത്. ഇപ്പം ഇവിടെ വന്നിട്ട് 4 ദിവസം വിടാതെ പച്ചവെള്ളം തന്നെ കുടിച്ചു, അതും കിണർ വെള്ളം. ഒരു കുഴപ്പവും ഇത്ര നേരം ഇല്ല. ഇനിയും വരില്ല എന്ന് വിചാരിക്കണം. പക്ഷെ രണ്ടാമത്തെ കാര്യം, എനിക്ക് പല്ല് എത്ര തേച്ചാലും വായൊരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു വഷളായിട്ടാണ്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ പല്ല് തേച്ചിട്ട് രാവിലെ പല്ല് തേച്ചാൽ വൈകുന്നേരം വരെയും ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഇടയ്ക്ക് വായൊക്കെ കഴുകും, പൊതു കൊടുക്കാനൊക്കെ. പിന്നെ രാത്രി പല്ല് തേച്ചിട്ട് കിടന്നാൽ നേരം വെളുത്ത വായി വളരെ വൃത്തികേടാ. അപ്പോൾ ഇപ്പം എനിക്ക് രാവിലെ എണിച്ചാൽ ഇപ്പം തേച്ചതാ പല്ല് എന്ന് തോന്നിയതല്ല, ശരിക്കും ഉള്ളതാ. അതെനിക്ക് രണ്ടാമത്തത് കിട്ടിയതാ. മൂന്നാമത്തത് വയറിൽ പുണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഗ്യാസിൻ്റെ ഉണ്ടെങ്കിലും വിശക്കുന്നുണ്ട്. വിശക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വളരെ വിഷമിച്ചു. ഇപ്പോൾ ഞാൻ വിശന്നിട്ട് 2 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതെനിക്ക് വലിയ ഒരു സമാധാനമാണ്. ആയതുകൊണ്ട് ഞാൻ നിസാർ ഡോക്ടർക്ക് ഏറ്റവും എൻ്റെ വലിയ ഒരു ഇത്, അള്ളാഹു അവർക്ക് ഒരുപാട് കാലം ചികിത്സ ചെയ്യാനുള്ള ആരോഗ്യത്തോട് ജീവിക്കാൻ സൗഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ പേര് സുലൈമാൻ. നട്ടെല്ലിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പോൾ കഴുത്തിൻ്റെ അവിടെ നിന്നുള്ള 7ാമത്തെ പീസ് നട്ടെല്ലിന് വേണ്ടി, നട്ടെല്ല് വേറെ ഒരു പീസ് ഡാമേജ് ആയി പോയിട്ട് ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പോൾ നല്ല വേദന ഉണ്ടായി, നെഞ്ചും പുറവും. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 6 ദിവസമായി. ഇപ്പോൾ വേദനക്ക് എനിക്ക് കുറവുണ്ട്. നടുവിൻ്റെ വേദന. എത്ര നാളായിട്ടുള്ള? ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ പിന്നെ ഒരു 2-3 വർഷം. ഓപ്പറേഷൻ ചെയ്തതാണോ? ഓപ്പറേഷൻ ചെയ്തതാണ്. ഓപ്പറേഷൻ ചെയ്തിട്ടും വേദന ഉണ്ടായിരുന്നു? വേദന ഓപ്പറേഷൻ ചെയ്തിട്ടും വേദന ഉണ്ടായിരുന്നു. ആ വേദന മാറിയിട്ടുണ്ടായില്ല? അതിവിടെ വന്നതിന് ശേഷം മാറിയിട്ടുണ്ടോ? എന്തോരം? നടക്കുമ്പോൾ നല്ല വേദനയായിരുന്നു. ഇപ്പൊ വേദനക്ക് ഇപ്പൊ ഒരു നല്ല ആശ്വാസമുണ്ട്. ഇപ്പൊ നടക്കുമ്പോൾ വേദന ഉണ്ടോ? വേദന നടക്കുമ്പോൾ വേദനയുണ്ട്, ഇരിക്കുമ്പോൾ ഒന്നും വേദനയില്ല. എൻ്റെ പേര് സുരേഷ്. ഞാൻ പ്രധാനമായിട്ടും വന്ന എൻ്റെ ഭാര്യയും കൊണ്ട് വന്നതാണ്. അവർക്ക് ശരീരത്തിൻ്റെ വേദനയും രാവിലെ എഴുതാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാനും കൂടെ കയറിയിരുന്നതാണ്. എൻ്റെ ശരീരത്തിന് പുറത്തുള്ള വേദനകളും മറ്റു കാര്യങ്ങളും എല്ലാം ഭേദമായിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന എൻ്റെ ചെവിയിൽ ഒരു വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്.
പിന്നെ ഭാര്യയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഴിവായി. നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ആളിന്. പിന്നെ ആകെ ഒരു വേദന ഉണ്ടായിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ ഹീൽ ചെയ്തപ്പോൾ പറഞ്ഞ ശരിക്കുമായി എനർജി പാസ് ചെയ്തായിട്ട് തോന്നിയെന്നൊക്കെയാണ് പറഞ്ഞത് രാത്രിയിലത്തെ ഹീലിങ്ങിൽ. ഇപ്പം വളരെ മാറ്റമുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. സാറിന് നന്ദി എല്ലാവരും. എൻ്റെ പേര് കണ്ണൻ. ഞാൻ പാലക്കാട് നിന്ന് വന്നാണ്. ഹാർട്ടിന് പമ്പിങ്ങിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഡയബറ്റിക്കാണ്, വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് ഗുളികകൾ നിർത്തി. ഞാൻ വന്ന പിന്നെ ഗുളിക കഴിച്ചിട്ടില്ല. ഇതുവരെ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പമ്പിങ്ങിൻ്റെ ഗുളികൾ നിർത്താറില്ല. ഇപ്പോൾ കഴിക്കുന്നുമില്ല. വെരിക്കോസ് വെയിൻ്റെ നല്ല വ്യത്യാസമുണ്ട്. എന്താ പറയുക, എല്ലാത്തിനും ഷുഗറിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമായിട്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കംപ്ലീറ്റ് തീർച്ചയായിട്ടും എനിക്ക് ആ സാറിൻ്റെ ചികിത്സയിൽ ഗുണം കിട്ടിയിട്ടുണ്ട്. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, പിന്നെ ഈ രക്തം ലൂസാവുന്ന ഗുളികയെല്ലാം കഴിച്ചിരുന്നു. ആ ഗുളികയൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. ഇതിൽ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കാരണം ഈ പ്രഷറിൻ്റെ ആണ്. കാരണം ഒരു നേരം തെറ്റാൻ പറ്റൂല. അപ്പോൾ 4-5 ദിവസമായിട്ട് കുടിക്കുന്നില്ല. അപ്പോൾ അതന്നെ വലിയ റിസൾട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു പല്ലുവേദന ഉണ്ടായെന്നല്ലാതെ ഒഴികെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഗുളിക ഇതുവരെ കഴിച്ചില്ല. വേറെ ചെറിയൊരു പ്രശ്നത്തിന് ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സുഖമാണ്. കുഴപ്പമൊന്നുമില്ല. ഈ ഗുളികയെല്ലാം നിർത്തിയിരിക്കണം. വേറെ എല്ലാ കാര്യങ്ങൾക്കും സുഖം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. ഏതായാലും നല്ല ചികിത്സയാണ്. അല്ലാഹ് ഹൈറാക്കട്ടെ.